ഒരു പ്രാവശ്യം കൂടെ ദൈവപാദത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ഒരു അവസരത്തിലേക്ക് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ ദൈവജനക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹമാണ് അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് നമുക്ക് ഇന്ന് ദൈവം തന്നിരിക്കുന്നത്. 119 സങ്കീർത്തനത്തിൻ്റെ 7ാമത്തെ സെക്ഷനാണ്. അതിൽ ഹീബ്രു എഴുതിയിരിക്കുന്നത് സെയിൻ എന്നാണ്. ഇന്ന് നമ്മൾ ഓർത്തിരിക്കാനായിട്ട് ഞാൻ പറഞ്ഞ സെയിൻ, നമ്മുടെ ടെലിഫോൺ ഇതിൻ്റെ സെയിൻ ഇത് ഓർത്താൽ മതി. ഇതിൻ്റെ സെയിൻ എന്നാണ് 7ാമത്തെ പോർഷൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ സങ്കീർത്തനങ്ങളെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്, ഞാനൊരു കമൻട്രി കേട്ടപ്പോൾ 8 വാക്യങ്ങളായിട്ടാണ് ഇതിനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അന്നേരം അതിനകത്ത് കമൻട്രിയിൽ ഒരു ദിവസം പറഞ്ഞത്, യേശു ക്രിസ്തു ആഴ്ചവട്ടത്തിന് 1-ാം നാൾ ഉയർത്തെഴുന്നേറ്റതുപോലെ 8ാമത്തെ ഒരു ഓർമ്മയ്ക്കായിട്ടായിരിക്കാം ഒരു പക്ഷേ ഇത് 8 വാക്യങ്ങളായിട്ട് ക്രമീകരിച്ചിരിക്കുന്നതെന്ന് കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ ഈ 119 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ എല്ലാ പോർഷനിലും ഈ വചനത്തിന് വളരെ പ്രാധാന്യം കൊടുത്ത്, എല്ലാ പോർഷനിലും വചനം നിയമങ്ങൾ, ചട്ടങ്ങൾ, വചനം ഇങ്ങനെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 119 സങ്കീർത്തനത്തിൻ്റെ ഏറ്റവും പ്രത്യാശ നിർഭരമായ ഒരു സങ്കീർത്തനമാണ് 119 സങ്കീർത്തനം. അതിൽ നമുക്ക് എല്ലാ പോർഷനിലും കാണുവാൻ പറ്റും. അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണതയോടെ അവനെ അന്വേഷിക്കുന്ന ഭാഗ്യവാന്മാർ. 2ാമത്തെ പോർഷനിൽ നിന്റെ വചനപ്രകാരം അവനെ സൂക്ഷിക്കുന്നതിനാൽ പൂർണ്ണതയോടെ. 3ാമത്തെ സെക്ഷനിൽ, അങ്ങനെ എല്ലാ സെക്ഷനിലും നിന്റെ വചനം പ്രമാണിക്കും. 4ാമത്തെ സെക്ഷനിൽ തിരുവചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ, എൻ്റെ ഉപദേശം അതിനെ ഞാൻ അവസാനത്തോളം പ്രമാണിക്കും, ന്യായപ്രമാണം കാക്കേണ്ടതിന്. അങ്ങനെ എല്ലാ സെക്ഷനിലും ഈ വചനത്തിന് വളരെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. വചനത്തിന് വളരെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഞാൻ പറയാൻ കാര്യം, കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന നന്മകളെല്ലാം നേരത്തെ കൃത്യമായിട്ട് ഒരു ഡീഡ് പോലെ, ഒരു പ്രമാണം പോലെ നമുക്ക് തന്നിരിക്കുകയാണ്. അതിന് ആ പ്രമാണത്തിൽ നിന്ന് കർത്താവ് ഒരിക്കലും പിന്നോട്ടോ മറോട്ടോ ഒന്നും ഒരിക്കലും തൻ്റെ വാക്ക് വിട്ട് മാറി പോകത്തില്ല. ഇവിടെ നമ്മൾ 1ാമത്തെ വാക്യത്തിൽ തന്നെ കാണും, നീ എന്നെ പ്രത്യാശിക്കുമാറാക്കിയത് കൊണ്ട് അടിയനോടുള്ള വചനത്തെ ഓർക്കണം. അവിടെ ഒരു മാസ്റ്റർ സെർവന്റ് റിലേഷൻഷിപ്പാണ് കാണുന്നത്. അപ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നീ എൻ്റെ വചനത്തെ ഓർക്കുകയാണെങ്കിൽ നിനക്കത് പ്രത്യാശയായി മാറും. അതുകൊണ്ട് ആദ്യത്തെ വാക്കിൽ പറഞ്ഞു. പക്ഷേ ഈ വചനം നമ്മൾ അറിയണം, അതാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഈ വചനം അറിഞ്ഞു വേണം, നമുക്ക് തന്നിരിക്കുന്ന ആ ജോബ് ഡിസ്ക്രിപ്ഷൻ ഈ വചനത്തിൽ തന്നിട്ടുണ്ട്. അതിൽ ഈ വചനം അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പ്രത്യാശയായിട്ട് ഭവിക്കത്തുള്ളതാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വചനത്തിന് എത്രമാത്രം പ്രത്യേകത ഉണ്ടെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ പാട്ട് പാടിയതുപോലെ തന്നെ ഇന്ന് ആദ്യത്തെ പാട്ട് പാടിയപ്പോൾ അതിൻ്റെ 8ാമത്തെ സ്റ്റാൻസ് നമ്മൾ കേട്ടു. അങ്ങും ഇങ്ങ് നോക്കി നിന്നാൽ ഒരു കാര്യം നടക്കത്തില്ല, ഭംഗമില്ലാതെ ഓടിയാൽ മാത്രമേ കിരീടം പ്രാപിക്കത്തുള്ളൂ നമ്മൾ കേട്ടു എന്ന് പറഞ്ഞതുപോലെ, നമ്മുടെ സൗകര്യത്തിനും നമ്മുടെ ജോലിയുടെ ഉയർച്ചയ്ക്കോ നമ്മുടെ ഭൗതികമായ നേട്ടങ്ങളുടെ ഉയർച്ചയ്ക്കോ അസുഖം വരാതിരിക്കാനോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഈ വചനം വല്ലപ്പോഴും വായിച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് നടക്കത്തില്ല. അതാണ് ഇന്ന് പാട്ട് പാടിയതുപോലെ, അങ്ങും ഇങ്ങ് നോക്കി നിന്ന് അങ്ങും ഇങ്ങും അവിടെ എവിടെയും വായിച്ച് നമ്മൾ ലേസിയായിട്ട് മുന്നോട്ട് പോയാൽ കാര്യം നടക്കത്തില്ല. ഭംഗമില്ലാതെ കോൺസ്റ്റൻ്റായിട്ട് ദൈവവചനത്തെ നമ്മൾ പ്രാപിച്ചെങ്കിൽ, ദൈവവചനം നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പ്രത്യാശയായി ഭവിക്കത്തുള്ളൂ. നമ്മുടെ പ്രത്യാശ എന്താ? ഈ മരണം കഴിഞ്ഞുള്ള ഒരു പരദേശവാസമാണ് നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശ വഹിക്കണം. ഈ ലോകത്തിലെ കഷ്ടങ്ങളോ ഈ ലോകത്തിലെ നഷ്ടങ്ങളോ പ്രയാസങ്ങളോ ഒന്നും നോക്കി നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ ഓടേണ്ട ഒരു കടമ ദൈവമക്കളായ നമുക്കുണ്ട്. അതാണ് ഈ സങ്കീർത്തനത്തിൽ കൂടെ നമുക്ക് 1ാമത്തെ, അതൊരു മാസ്റ്റർ സെർവന്റ് റിലേഷൻഷിപ്പ്, അതായത് എ കംപ്ലീറ്റ് സറണ്ടർ ടു മാസ്റ്റർ. എങ്കിൽ മാത്രമേ അത് നമുക്ക് നന്മയായിട്ട് ഭവിക്കത്തുള്ളൂ. അല്ലാതെ നമ്മുടെ മാസ്റ്ററിനെ സേവിച്ചുകൊണ്ട് ഇരുവള്ളത്തിൽ കാലി ചവിട്ടിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ഒരിക്കലും നമുക്ക് നടക്കത്തില്ല. നമ്മുടെ ഇയ്യോബിന്റെ കാര്യം തന്നെ നോക്കാം. ഇയ്യോബ് 6:10 ഒരു വാക്യമുണ്ട്, ജോബ് 6:10. അങ്ങനെ എനിക്ക് ആശ്വാസം ലഭിക്കുമായിരുന്നു, കനിമറ്റ വേദനയെ ഞാൻ ഉല്ലസിക്കുമെന്ന് പരിശുദ്ധന്റെ വചനങ്ങളെ ഞാൻ നിഷേധിച്ചിട്ടിരുന്നു. അന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒരു പക്ഷേ യാതൊരു അതിൽ കേട്ടുപോലും കാണത്തില്ല. അവർ ഇയ്യോബിന്റെ ഹൃദയത്തിൽ തോന്നിയ ആ ഒരു ചിന്തയാണ്. ഇയ്യോബിന് അന്ന് അത്രത്തോളം പ്രത്യാശയോടെയാണ് ഇയ്യോബ് നിന്നായിട്ട് കാണുവാനായിട്ട് സാധിക്കും. പരിശുദ്ധന്റെ വചനങ്ങളെ ഞാൻ നിഷേധിച്ചിട്ടില്ലല്ലോ.
എന്നാണ് ഇയ്യോബ് പറഞ്ഞത്. ഇയ്യോബിന്റെ ആ പിടിച്ചു നിൽക്കാനുള്ള കഴിവ്, പിടിച്ചു നിൽക്കാനുള്ള ഇത്രത്തോളം സമ്പത്തും ആഡംബരമായി ജീവിച്ചിരുന്ന ഇയ്യോബിന് പോലും അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എത്രമാത്രം, ഇത്രത്തോളം മീഡിയാസ്, ഇത്രത്തോളം വചനം നമുക്ക് പഠിക്കാനുള്ള അവസരം നിന്നിട്ടുണ്ടായിട്ട് പോലും പരിശുദ്ധൻ എന്നൊരു വാക്ക് പോലും പറയാൻ നമ്മൾ ഡെയിലി മറന്നു പോവുകയാണ്. അതാണ് ഇവിടെ അതിനെ ഓർപ്പിക്കുന്ന ഒരു വാക്യമാണ്, നീ എന്നെ പ്രത്യാശിക്കുമാറാക്കി. നമ്മുടെ അടിയനോടുള്ള വചനത്തെ ഓർക്കുന്നു. നമ്മളെപ്പോഴും ദൈവത്തിന് അടിമപ്പെട്ട് ദൈവവചനം അനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ ആ പ്രത്യാശ നമ്മളിൽ അനുഗ്രഹമായി തീരുള്ളൂ. അല്ലാതെ ധൈര്യമുള്ള നമ്മുടെ കഷ്ടപ്പാടും പ്രയാസവും നോക്കി ഈ പ്രത്യാശ പ്രാപിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. രണ്ടാമത്തെ വാക്യത്തില്, നിന്റെ വചനം എന്നെ ജീവിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമായിരുന്നു. അപ്പോൾ നമ്മുടെ കഷ്ടത, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടൊക്കെയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. സന്തോഷം മാത്രമല്ല, സന്താപവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം കഷ്ടതയും പ്രയാസവും ദുഃഖങ്ങളും സന്തോഷവും സമാധാനവും എല്ലാം നിറഞ്ഞതാണ്. അപ്പോൾ ഈ കഷ്ടത വരുമ്പോൾ നമ്മൾ പിറുപിറുക്കാതെ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ആശ്വാസമായിട്ട് ഭവിക്കണമെങ്കിൽ നമ്മൾ ഈ ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ നന്നായിട്ട് ധ്യാനിച്ച് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ അത് പ്രയോജനമായി തീരേണ്ടത് ആവശ്യമുണ്ട്. റോമൻസ് 15 റോമൻസ് 15 12, 13 and 14 വായിക്കാം. റോമൻസ് 15 12, 13 and 14. எல்லாவித சந்தோஷத்தினாலும் சமாதானத்தினாலும் உங்களை நிரப்புவாராக. என் சகோதரரே, நீங்கள் நற்குணத்தினால் நிறைந்தவர்களும் சகல அறிவினாலும் நிரப்பப்பட்டவர்களும் ஒருவருக்கொருவர் புத்தி சொல்ல பலவர்களுமாய் இருக்கிறீர்கள் என்று நானும் உங்களை குறித்து நிச்சயித்திருக்கிறேன். അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് അതൊരു പ്രവചനമാണ്. യെശയ്യാ പറഞ്ഞിരിക്കുന്നത്, യിശ്ശായിയുടെ വേരും ജാതികളെ ഭരിപ്പാൻ എഴുന്നേൽക്കുന്നവനുമായവൻ ഉണ്ടാകും, അവനിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും എന്ന് യെശയ്യാവ് പറയുന്നു. അന്ന് യെശയ്യാവ് പറഞ്ഞൊരു പ്രവചനമാണ്. യേശു ക്രിസ്തു ജനിക്കുന്നതിന് ഏകദേശം 1000-2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പ്രവചനമാണ്. 13ാമത്തെ വാക്യം, എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകും. സഹോദരന്മാരെ, നിങ്ങൾ തന്നെ ദയാപൂർണരും സകല ജ്ഞാനവും നിറഞ്ഞവരും അന്യോന്യം പ്രബോധിപ്പിക്കാൻ പ്രാപ്തരും ആവുന്നു എന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് ഉറച്ചിരിക്കുന്നു. അപ്പോൾ ആ പൗലോസ് പറഞ്ഞ റോമർക്ക് പറഞ്ഞിരിക്കുന്ന ആ കാര്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആപ്ലിക്കബിൾ ആണ്. നമ്മൾ കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്ന നമുക്ക് ചില ഡ്യൂട്ടീസും ഉണ്ട്. അതാണ് ഇവിടെ 15 പറഞ്ഞിരിക്കുന്നത്. ആ ഡ്യൂട്ടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾ തന്നെ ദയാപൂർണരും സകല ജ്ഞാനവും നിറഞ്ഞവരും അന്യോന്യം പ്രബോധിപ്പാൻ പ്രാപ്തരുമാവുന്നു എന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് ഉറച്ചിരിക്കുന്നു. ഈ വചനം പഠിക്കുക മാത്രമല്ല, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആവുന്നത് പോലെ തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിലും അത് പ്രയോജനമായി തീരുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് കാര്യമാണ് ഇവിടെ സങ്കീർത്തനത്തിലൂടെ നമുക്ക്. എങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ ജീവിതത്തിലും ആ കഷ്ടതയിൽ ഈ വചനം ആപ്ലിക്കബിൾ ആവത്തുള്ളൂ. അപ്പോൾ കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കും, കർത്താവ് നമുക്ക് മതിയായവനാണ് എന്നുള്ള ഒരു ആഗ്രഹം, ഒരു ചിന്ത, ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മൾ ഈ ലോക ജീവിതത്തിൽ നമുക്ക് സന്തോഷകരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ എന്നൊക്കെ കാണുവാനായിട്ട് സാധിക്കും. അടുത്ത വാക്യത്തില്, അഹങ്കാരികൾ എന്നെ അത്യന്തം പരിഹസിച്ചു, ഞാനോ നിന്റെ ന്യായപ്രമാണത്തെ വിട്ടുമാറിയിട്ടില്ല. അപ്പോൾ അവിടെയും വചനത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഈ ലോകത്തിൽ എന്തായാലും നമ്മൾ വളരെ സന്തോഷകരമായിട്ട് എല്ലാ ദിവസവും ജീവിക്കാൻ സാധിച്ചെന്ന് വരത്തില്ല. എങ്ങനെ പോയാലും എത്ര ഭവനത്തിലായാലും ജോലി മേഖലയിലായാലും പൊതുവായ സ്ഥലത്ത് പോയാലും കൂട്ടുകാരുടെ പോയാലും പരിഹാസങ്ങളും പരീക്ഷകളും നിന്ദകളും പരീക്ഷകളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ശാന്തമായിട്ട് പിടിച്ചു നിൽക്കണമെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം, ഈ വചനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്ഷമിക്കുവാനും സഹിക്കുവാനും അതിനെ തരണം ചെയ്യുവാനും ഒക്കെയും പഠിക്കണമെങ്കിൽ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർത്തിരിക്കണം, ധ്യാനിക്കണം എന്നാണ് സങ്കീർത്തനക്കാരൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അവിടെ ഈ വചനത്തിൻ്റെ പ്രാധാന്യമാണ് കാണിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. റോമൻ തന്നെ 15:4 ഒന്ന് വായിക്കാം. റോമൻസ്
എഴുതിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ പ്രത്യാശ എല്ലാം വചനത്തിനാണ്. ഈ വചനത്തിന് വേണ്ടിയാണ് തിരുവെഴുത്തുകളാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും. അപ്പോൾ ആ തിരുവെഴുത്തുകൾ വായിച്ച് നമ്മൾ സ്ഥിരപ്പെടേണ്ട ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ ആ പ്രത്യാശ നമ്മുടെ കഷ്ടപ്പാടിലും പ്രയാസത്തിലും ഒക്കെ നമുക്ക് ആശ്വാസമായി തീർത്തുള്ളൂ. എന്നാൽ ഒന്നുകൂടെ ഞാൻ വായിക്കാം. എന്നാൽ മുൻ എഴുതിയിരിക്കുന്നത് ഒക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമ്മുടെ തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാൽ ആശ്വാസത്താൽ പ്രത്യാശ ഉണ്ടാകേണ്ടത് തന്നെ എഴുതിയിരിക്കും. അപ്പോൾ അവിടെ നമ്മുടെ പ്രത്യാശ ഈ വചനത്തിലാണ്. ഈ വചനം വായിച്ച് ബലപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നേറുവാൻ സാധിക്കുകയുള്ളൂ, നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ വചനമാണ് നമ്മുടെ എല്ലാത്തിനും, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്, നമ്മുടെ പ്രത്യാശയ്ക്ക് ആധാരമായിരിക്കുന്നത്. കർത്താവ് നമ്മളെ അതാ പഠിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ വചനം പ്രമാണിച്ചാൽ, എൻ്റെ വചനം നിങ്ങളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായതിനാൽ നിങ്ങൾക്ക് ഈ പ്രത്യാശയോടെ ജീവിക്കാൻ സാധിക്കും. എൻ്റെ ചട്ടങ്ങളും വിധികളും ഉപദേശങ്ങളും നമ്മുടെ പ്രത്യാശയ്ക്കായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ അനുസരിക്കുവാൻ, ഇതിനെ പിറുകൊടുക്കുന്ന ഒരു മനസ്സോടെ അല്ല, ഇതിനെ നമ്മൾ അനുസരിച്ച് ഈ ഉപദേശങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മറ്റുള്ളവർക്കും ഒരാശ്വാസമായി തീരുവാൻ കഴിയും എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. യഹോവ നമുക്ക് തന്നിരിക്കുന്ന ചട്ടങ്ങൾ നമ്മൾ ഉറച്ചു നിൽക്കുന്നത് നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്നു, നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ആ മാസ്റ്റർ സെർവന്റ് റിലേഷൻഷിപ്പ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. കർത്താവിൽ പ്രത്യാശ വെച്ചെങ്കിൽ മാത്രമേ നമ്മുടെ പ്രത്യാശ നിർഭരമായ ജീവിതം നമുക്ക് നടത്തുവാൻ സാധിക്കുമെന്ന് കാണുവാനായിട്ട് സാധിക്കും. യോബിന്റെ പുസ്തകത്തിൽ 23-ാമത്തെ അധ്യായം, ജോബ് 23:10-13. എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. എന്നെ ശോധന കഴിച്ചാൽ ഞാൻ ഒരുപോലെ പുറത്തുവരും. എന്റെ കാലടി എന്റെ ചുവടിൽ ഉയർന്നു ചെല്ലുന്നു. ഞാൻ വിട്ടുമാറാതെ അവന്റെ വഴി പ്രമാണിക്കുന്നു. ഞാൻ അവന്റെ അത്രങ്ങളുടെ കൽപ്പന വിട്ടു പിന്മാറിയിട്ടില്ല. അവന്റെ വായിലെ വചനങ്ങളെ എന്റെ ആഹാരത്തെക്കാൾ സൂക്ഷിക്കുന്നു. ഈ 3 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദേഹം കോരിത്തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. കാര്യം യോബ് അന്നത്തെ കാലത്ത് അന്ന് പ്രവചനന്മാരുണ്ടായിരുന്നു എങ്കിൽ പോലും ഇത്രത്തോളം വചനം സ്വന്തമായിട്ട് ഗ്രഹിച്ച് സ്വന്തമായിട്ട് ആസ്വദിച്ചാണ് യോബ് ജീവിക്കുന്നതെന്ന് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. അപ്പോൾ യോബിന്റെ ആ പ്രത്യാശ നോക്കുകയാണ്. യോബിന്റെ ആ വചനത്തോട്, ദൈവത്തോടുള്ള ആ ഒരു എരിവ്, ആ ദൈവത്തോടുള്ള ആ മാസ്റ്റർ സെർവന്റ് റിലേഷൻഷിപ്പാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അതേപോലെ ഒരു പ്രാഗൽഭ്യം ഉണ്ടാവണം. നമ്മുടെ ഏത് പരീക്ഷയിൽ കൂടെ പോയാലും, ഏത് പ്രയാസത്തിൽ കൂടെ പോയാലും പൊന്നുപോലെ പുറത്തു വരും. എൻ്റെ കാലടി അവൻ്റെ ചുവട് തുടർന്നു ചെല്ലുന്നു. ഞാൻ വിട്ടുമാറാതെ അവൻ്റെ വഴി പ്രമാണിക്കുന്നു. 12-ാമത്തെ വാക്യം, ഞാൻ അവൻ്റെ അതിരങ്ങളുടെ കൽപ്പന വിട്ട് പിന്മാറിയിട്ടില്ല. അവൻ്റെ വായിലെ വചനങ്ങളെ എൻ്റെ ആഹാരത്തെക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ യോബ് പറഞ്ഞിരിക്കുന്നതാണ്, യോബിന് ആഹാരം ഭൗതികമായ ആഹാരമല്ല, ഈ ആത്മീയ ആഹാരമാണ് യോബിൻ്റെ ജീവിതത്തിൽ അവനെ ഏറ്റവും പൊന്നുപോലെ പുറത്തു വരാൻ സാധിച്ചതെന്ന് കാണുവാനായിട്ട് സാധിക്കും. അത്രത്തോളമാണ് യോബ് വചനത്തെ. അതുകൊണ്ടാണ് ദൈവം ധൈര്യമായിട്ട് പറഞ്ഞത്, യോബിന്റെ പ്രാണനെ മാത്രം തൊടത്തില്ല, നീ അവന്റെ സകലത്തിനെയും തൊട്ട് ഒരു പ്രശ്നവുമില്ല. പക്ഷെ യോബിനെ കുറിച്ച് ദൈവത്തിനൊരു പ്രാഗൽഭ്യം ഉണ്ടായിരുന്നു, ദൈവത്തിനൊരു ചിന്തയുണ്ടായിരുന്നു. അവൻ ഭൗതികമായ ആഹാരത്തെക്കാൾ ഈ ആത്മീയമായ ആഹാരം അവന്റെ ജീവിതത്തിൽ അവനെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരാൻ സാധിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരെ നോക്കി നമ്മൾ പ്രയാസപ്പെടുകയോ നിരാശപ്പെടുകയോ ബുദ്ധിമുട്ടുകയോ ചെയ്യേണ്ട കാര്യമില്ല. ലോകത്തിലെ പ്രമുഖരായ പണക്കാരെല്ലാം തന്നെ വിശ്വാസികളല്ല എന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അവർ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ അവരെ നോക്കി വിഷമിക്കുവാനല്ല, നമ്മുടെ കർത്താവ് നമ്മളെക്കുറിച്ച് എന്താണ് പ്രാഗൽഭ്യത്തോടെ ചിന്തിക്കുന്നത്. നമ്മുടെ ആ ഒരു പ്രാഗൽഭ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ സാധിക്കണം. നമ്മളെ പൊന്നുപോലെ പുറത്തു വരാൻ കഴിയുമോ? ഒരു പരീക്ഷയിൽ കൂടെ കടന്നു പോയാൽ, ഒരു ശോധന വന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുമോ? അതോ നമ്മുടെ ആത്മീയമായ ഈ ആഹാരം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ബലപ്പെടുത്തുമോ? തളർന്നു പോകാതെ, വീണു പോകാതെ, പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളുടെ ഒക്കെ നടുവിൽ നമുക്ക് മുന്നേറുവാൻ, പിടിച്ചു നിൽക്കുവാൻ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, ജോലി മേഖലകളിൽ, വിശ്വാസ ജീവിതത്തിൽ, സുവിശേഷ ഘോഷണത്തിലൊക്കെയും ഈ വചനം നമ്മളെ പ്രയോജനപ്പെടുത്തുമോ എന്ന് നമ്മളൊന്ന് ശോധന ചെയ്യണം. എങ്കിൽ മാത്രമേ, ആ ശോധന ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ പ്രത്യാശയുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ പ്രയോജനമുണ്ടോ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഈ സങ്കീർത്തനം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ
അടുത്ത ഒരു വാക്യം കൂടി ഞാൻ പ്രധാനപ്പെട്ട ഇതിൽ ഏറ്റവും നമുക്ക് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഏറ്റവും ആകർഷണീയമായ ഒരു വാക്യമുണ്ട്. എല്ലാവരും എപ്പോഴും ധ്യാനിക്കുന്ന ഒരു വാക്യമാണ്. 54-ാമത്തെ വാക്യം, ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകും. ഏറ്റവും മനോഹരമായ നമ്മൾ ഓർത്തിരിക്കാൻ പറ്റിയ വാക്യമാണ്. അപ്പോൾ നമ്മുടെ ഈ ലോക യാത്ര സങ്കീർത്തനക്കാരൻ ഒരു പരദേശ യാത്രയായിട്ടാണ് കാണുന്നത്. നമ്മൾ പക്ഷേ നേരെ തിരിച്ചാണ്. ഈ ലോകത്തിലെ 70-80 വർഷം എത്രയും സമൃദ്ധിയായിട്ട് എത്രയും നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ടാണ് നമ്മൾ വചനത്തിന് പലപ്പോഴും പ്രാധാന്യം കൊടുക്കാതെ വരുന്നത്. വചനം ചിലപ്പോൾ നമ്മൾ ചർച്ചിൽ വന്നാൽ തന്നെ ഈ 2.5 മണിക്കൂർ പോലും അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ പോലും നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് ഇരിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ്, പുറത്തു പോകുന്നു, വരുന്നു, അവിടെ പോയി ഒന്ന് കാലും കൈ ഒന്ന് കിട്ടുന്നു, എന്തെല്ലാം വെള്ളം കുടിക്കാൻ പോകുന്നു, ബാത്റൂമിൽ പോകുന്നു. ഈ ഒരു 3 മണിക്കൂർ പോലും നമുക്ക് ഇരിക്കുവാൻ സാധിക്കുന്നില്ല. ഈ പരദേശ യാത്രയിൽ ഈ ഏറിയാൽ 70 അല്ലെങ്കിൽ 80 വർഷമുള്ള ഈ യാത്രയിൽ ഈ പരദേശ യാത്രയായിട്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുമ്പോൾ അതിന് എന്ത് പ്രത്യാശയോടെയാണ് ആ സങ്കീർത്തനക്കാരൻ ആ കാലങ്ങളിൽ എഴുതിയെന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ സൗദിയിൽ നിൽക്കുമ്പോൾ ഇവിടുത്തെ റൂൾസ് നമ്മൾ ഇവിടെ പറ്റാതെ നമ്മൾ അനുസരിക്കും. കാര്യം ഒരു സിഗ്നൽ കട്ട് ചെയ്താൽ 900 രൂപയാലും 3 ദിവസം ജയിലും. അതുകൊണ്ട് നമ്മൾ വണ്ടിയുടെ ടയർ പഞ്ചറായ പോലും സിഗ്നലിൽ വന്ന് നമ്മൾ കാല് ചവിട്ടുന്നു. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നമ്മൾ എന്തെല്ലാം മാൽ പ്രാക്ടീസാണ് കാണിക്കുന്നത്. കൃത്യസമയത്ത് വരാൻ കഴിയുന്നില്ല, വന്നാൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതിനിടയ്ക്ക് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ജോലിക്ക് വിളിച്ചാൽ ഉടനെ പോകും, അല്ലെങ്കിൽ നമ്മൾ വേറെ ഉറക്കം വരുന്നെങ്കിൽ അങ്ങനെ ഒരു 2 മണിക്കൂർ ഉറങ്ങിയിട്ട് വരാം, ആ പ്രസംഗത്തിൻ്റെ ആ ഒരു 2-1/2 മണിക്കൂർ വന്നിരുന്നാൽ മതി. അങ്ങനെ എന്തെല്ലാം എക്സ്ക്യൂസുകളാണ്. ദേഹത്തിന് വേദന, കാലുവേദന, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, എന്തെല്ലാം എക്സ്ക്യൂസുകൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാണ് നമ്മൾ ഇരിക്കുന്നത്. അങ്ങനെ അത് ഏതെങ്കിലും തരത്തിൽ അതിനെ ഒഴിവാക്കാൻ പറ്റുമോ? വെള്ളിയാഴ്ച ദിവസം കാലം ഈ 3 മണിക്കൂർ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവായി കിട്ടുവാൻ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ നോക്കിയിരിക്കുക നമ്മളതിനെ എഴുതണം. പക്ഷേ ഈ സൗദി അറേബ്യ ദേശത്ത് നമ്മൾ ഈ നിയമങ്ങളും കാര്യങ്ങളും ഇക്കാമ ഒരു ദിവസം എക്സ്പയർ ആയി കഴിഞ്ഞാൽ 1000 രൂപയുടെ ഫൈനാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇക്കാമ തീരുന്നതിന് 3 മാസം മുമ്പേ മെയിൽ വരും. ഒരു മാസം ഒരു 10 മെയിൽ വെച്ച് വരും. ഇക്കാമ എക്സ്പയർ ആകുമ്പോൾ റിന്യൂ ചെയ്തോണം ഇക്കാമ എന്ന് പറഞ്ഞതുപോലെ ഇത്രത്തോളം ഈ സൗദി അറേബ്യയിലെ നിയമങ്ങളെ നമ്മൾ പേടിക്കുന്നെങ്കിൽ നമ്മൾ പരദേശിയായിട്ട് ഈ ലോകത്തിൽ പാർത്തതിന് ശേഷം നമ്മൾ 1000 വർഷം ജീവിക്കാൻ പോകുന്ന ലോകത്തിൻ്റെ നിയമങ്ങളെ നമ്മൾ വളരെ നിസ്സാരമായിട്ടാണ് കണക്കാക്കുന്നതെന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇതിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കാത്തതിൻ്റെ കാര്യം എന്താണ്? അതിനെക്കുറിച്ചൊരു പേടിയില്ല. നമ്മൾ ഈ പോകുന്ന ജീവിതത്തെക്കുറിച്ച് ഒരു പേടിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കർത്താവിനോട് ജീവിക്കുവാൻ താല്പര്യമായി ഈ ലോകത്തിൽ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കി നമ്മൾ സന്തോഷത്തോടെ ജീവിക്കാൻ നോക്കുന്നു. പക്ഷേ നമ്മൾ ഈ പോകുന്ന പരദേശത്തെ നിയമങ്ങളെക്കുറിച്ച് അറിയുവാൻ താല്പര്യമില്ല. ചട്ടങ്ങളെ അറിയുവാൻ നമുക്ക് താല്പര്യമില്ല. നിയമങ്ങളെ ഒന്നും നമുക്ക് അറിയുവാൻ താല്പര്യമില്ല. എങ്ങനെയെങ്കിലും ഒരു സങ്കീർത്തനം വായിക്കുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു കുറച്ച് 10 മിനിറ്റ് വായിക്കുക, കിടക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് നമുക്ക് പരദേശത്തെ നിയമങ്ങളെക്കുറിച്ചോ ചട്ടങ്ങളെക്കുറിച്ചോ കർത്താവിനോട് ജീവിക്കുന്ന സന്തോഷമായ ജീവിതത്തിലുള്ള ആ ഒരു പ്രത്യാശയെക്കുറിച്ചും നമുക്ക് യാതൊരു ചിന്തയുമില്ല. ഞാൻ ഉൾപ്പെടെയാണ് പറയുന്നത്. അന്നേരം അങ്ങനെ ഇത് വായിച്ചപ്പോഴാണ് പരദേശിയായി പാർക്കുന്ന വീട്ടിൽ ജോയൽ വായിക്കാമോ? 54 Psalms 54 119:54. സഞ്ജയ്. Thy statutes have been my songs in the house of my pilgrimage. Thy statutes have been my songs in the house of my pilgrimage. അതാണ് Psalms 119:54 പറഞ്ഞിരിക്കുന്നത്. പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാണ്. അപ്പോൾ ആ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു ദാവീദ് ആട്ടിടയനായിട്ടിരുന്ന് വീട്ടിൽ നിന്ന് തള്ളപ്പെട്ടവനായിട്ട് ആട്ടിടയനായിട്ട് കാട്ടിക്കിടന്നുറങ്ങിയപ്പോഴും ആടിൻ്റെയും കൂടെ കിടന്നുറങ്ങിയപ്പോഴും അവിടെ കുളിച്ച് കഴിഞ്ഞ് പൗഡർ ഇടുവാനോ സോപ്പ് ഇടുവാനോ ഒന്നുമില്ല. ആടിൻ്റെ കൂടെ കിടന്നുറങ്ങുന്നത്, ആഹാരം പോലും ഇല്ല. പച്ചലയിൽ നിന്ന് വെള്ളവും കുടിച്ച് ജീവിച്ച് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം പോലെ ഇത് കേൾക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വചനം, ദൈവത്തോടുള്ള പ്രത്യാശ എൻ്റെ ജീവിതത്തിൽ ഒരു കീർത്തനമാണെന്ന് പറയുവാൻ ഇന്ന് പാട്ട് പാടിയതുപോലെ തന്നെ ഒന്നുകൂടെ ഞാൻ പറയുന്നു, അങ്ങും ഇനി നോക്കി നടന്ന കാര്യം നടക്കത്തില്ല. പങ്കമില്ലാതെ ഈ പരദേശത്ത് നമ്മൾ ഓടിയെങ്കിൽ മാത്രമേ
പ്രത്യാശ നിർഭരമായ ആ ഒരു യുഗായുഗമായുള്ള വാഴ്ച, ആ യുഗായുഗമായുള്ള ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നത് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വചനങ്ങൾ നമ്മൾ ധൈര്യമായിട്ട് ഡെയിലി സമയം കണ്ടെത്തി അധ്വാനിക്കണം. ഇപ്പോൾ അതിന് പ്രത്യേക ഒരു സമയം വേണമെന്നില്ല. നമ്മൾ കാരണത്തിരിക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ സാഹചര്യം അനുസരിച്ച് കാരണത്തിരിക്കും. ഞങ്ങൾ കഴിഞ്ഞ ദിവസം അപ്കേക്കിലെ ക്ലിനിക്കിൻ്റെ ഒരു സൂപ്പർവൈസറിൻ്റെ അടുത്ത് പോയി സൂപ്പർവൈസർ ഞങ്ങളെ ആ ഓഫീസിൽ കൊണ്ടുപോയി. ആ സൂപ്പർവൈസർ പറഞ്ഞു, ആദ്യം ഞങ്ങളെ ഓഫീസിൽ കൊണ്ട് കാണിച്ചപ്പോൾ സൂപ്പർവൈസർ പറഞ്ഞ് ഒരു ബൈബിൾ, കവറില്ലാത്തൊരു ബൈബിളാണ്, ആ ബൈബിൾ ആ ഓഫീസിനകത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ആര് ഓഫീസിൽ വന്നാലും ഇല്ലെങ്കിലും ഞാൻ ആദ്യം വന്ന ഉടനെ ഈ ബൈബിൾ എടുത്ത് എൻ്റെ ടേബിളിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ വെക്കും. ഒരു പേടിയില്ല. 10 വർഷമായിട്ട് നടക്കുന്ന കാര്യമാണ്, വളരെ വർഷങ്ങളായിട്ട്. ഇപ്പം നമ്മൾ റീസെൻ്റായിട്ട് വന്ന കാര്യമല്ല. ആ പുള്ളിക്കാരി ഒരു ലേഡിയാണ്. അപ്പോൾ എല്ലാ ദിവസവും ബൈബിൾ വായിച്ചിട്ടാണ് ഓഫീസിൽ കാണുന്നത്. എത്രയോ പേര് കണ്ടിട്ടുണ്ട്, എത്രയോ പേര് എതിർത്ത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആ പുള്ളിക്കാരിയുടെ സാക്ഷ്യമാണ്, ആ ലേഡിയുടെ ഒരു സാക്ഷ്യമാണ്. ആ ക്ലിനിക്കിൻ്റെ ഒരു കംപ്ലീറ്റ് ചാർജുള്ള നേഴ്സാണ്, അവർക്ക് ക്രിസ്ത്യൻ ലേഡിയാണ്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല, ഞാനിത് വായിച്ചിട്ട് മാത്രമേ തുടങ്ങത്തുള്ളൂ. ആര് വന്നാലും എന്ത് പ്രശ്നം വന്നാലും ഓഫീസിൽ വന്ന് വായിച്ച് ധ്യാനിച്ചിട്ട് മാത്രമേ. ഇപ്പോൾ നമ്മൾ വിശ്വാസിയല്ല, സ്നാനപ്പെട്ട ഒരു വ്യക്തിയല്ല എങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതൊക്കെ കണ്ടുപഠിക്കേണ്ട കാര്യങ്ങളാണ്. മറ്റുള്ളവർ എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെടുന്നത് നമ്മളിത് കണ്ടുപഠിക്കണം. ഒരു പക്ഷേ സ്നാനപ്പെട്ട വ്യക്തിയായിരിക്കത്തില്ല, സ്നാനത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവുണ്ടായിരിക്കത്തില്ല, ഒരു ഗ്രാഹ്യം ഉണ്ടായിരിക്കത്തില്ല, എങ്കിൽ പോലും ആ ജീവിതത്തിൽ ആ ലേഡി ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ 25-30 വർഷമായി ആരാംഗി ജോലി ചെയ്യുന്നു. ആ ജോലിയിൽ ഓരോ വർഷവും പ്രതീക്ഷിക്കുന്നതിലുപരിയായി പുള്ളിക്കാരി പറഞ്ഞത് അതിൻ്റെ ഡയറക്ടർ പോസ്റ്റ് വരെ ഓഫർ ചെയ്തതാണ്. എന്നിട്ട് പോലും വേണ്ട എന്ന് പറഞ്ഞ് ഇപ്പോൾ സമാധാനപരമായിട്ട് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ലീഡ് ചെയ്യുകയും ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആ ഡയറക്ടർ പോസ്റ്റ് പോലും വേണ്ടെന്ന് പറഞ്ഞ് അവിടെ ഒരു ചീഫ് നേഴ്സിൻ്റെ ചീഫ് ഓഫ് ദി യൂണിറ്റിൻ്റെ ഇതായിട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് പിന്നീട് ആ പുള്ളിക്കാരോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റും, ദൈവം എന്നെ എത്ര അത്ഭുതകരമായി എന്നെ ഉയർത്തി, എനിക്കിതി കൊണ്ട് എന്തുവാ വേണ്ടേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ കീർത്തനമാവണം, നമ്മുടെ ചട്ടങ്ങളാവണം, നമ്മുടെ ജീവിതത്തിൽ ഒരു ദിനചര്യയായിട്ട് മാറിയെങ്കിൽ മാത്രമേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ജെറമ്യ 20:7. Jeremiah 20:7. യഹോവേ, നീ എന്നെ സമ്മതിപ്പിക്കുകയും ഞാൻ സമ്മതിച്ചു പോവുകയും ചെയ്തു. നീ ബലം പ്രയോഗിച്ച് ജയിച്ചിരിക്കുന്നു. ഞാൻ ഇടപെടാതെ പരിഹാസം വിഷയമായിരിക്കുന്നു. എല്ലാവരും എന്നെ പരീക്ഷിക്കുന്നു. ഇപ്പോൾ ഇരമ്യയോട് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഇടപെടാതെ ഏത് മേഖലയിലും പരിഹാസ പാത്രമായിരുന്നാലും. ഇരമ്യാവ് ദൈവത്തോട് ചില സമയത്ത് വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ്. പക്ഷേ എങ്കിലും ഇരമ്യാവിനൊരു പ്രാഗൽഭ്യമുണ്ട്. എൻ്റെ മാസ്റ്റർ എനിക്ക് വേണ്ടി, എൻ്റെ മാസ്റ്ററിലാണ് എനിക്ക് ഹോപ്പുള്ളത്, പ്രത്യാശയുള്ളതെന്ന് അവിടെ ഇരമ്യാവ് പറയുന്നതായിട്ട് കാണുവാൻ. ഏത് പരിഹാസ വിഷയമായിരുന്നാലും ഇടപെടാതെ ദൈവത്തിൻ്റെ വചനം എനിക്ക് പ്രത്യാശ നൽകുമെന്നാണ് ഇരമ്യ അവിടെ പറയുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ ലോകത്തിൽ ആളുകൾ ഏറ്റവും കൂടുതൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് പോപ്പുലാരിറ്റിയിലും മണിയിലും ഇൻഫ്ലുവൻസിലും വെടുത്തിലും ഒക്കെയാണ്. ബട്ട് നമ്മുടെ ദൈവത്തിൽ നമുക്ക് ദൈവത്തിലുള്ള പ്രത്യാശയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇവിടെ 52-ാമത്തെ വാക്യത്തിൽ യഹോവയെ പണ്ടേയുള്ള നിന്റെ വിധികളെ ഓർത്ത് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ആ ദൈവത്തിൻ്റെ ചട്ടങ്ങളെ സങ്കീർത്തനക്കാരൻ ചലഞ്ച് ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ സങ്കീർത്തനക്കാരൻ അത്രമാത്രം പ്രത്യാശയാണ്. ആ ചലഞ്ചിങ് ദി കോൺഫിഡൻസ്, ബിക്കോസ് ഗോഡ് ഓൾവേസ് റിമെമ്പർ ദി ജഡ്ജ്മെന്റ്സ്. ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു മാറ്റമില്ല. അന്നേരം ആ സങ്കീർത്തനക്കാരൻ ചലഞ്ച് ചെയ്യുകയാണെന്ന് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് ഒരിക്കലും മാറ്റം വരുത്തില്ലെന്ന് സങ്കീർത്തനക്കാരൻ അത്ര വിശ്വാസമാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പണ്ടേയുള്ള വിധികളെ ഓർപ്പിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് ഒരു മാറ്റമില്ല. ദൈവം ഉവ്വ എന്ന് പറഞ്ഞാൽ ഉവ്വ, ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല.
അപ്പോൾ നമ്മളാണ് ദൈവമേ എനിക്ക് ആ കാര്യം നടന്നില്ലല്ലോ, കർത്താവ് എനിക്ക് എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശമാണെന്ന് പറഞ്ഞിട്ടും എനിക്ക് അതൊന്നും നടന്നില്ലല്ലോ എന്നൊരു വിഷയം നമുക്കൊരു മുറിവുറുപ്പുണ്ടാകുന്നതല്ലാതെ കർത്താവിൻ്റെ വചനത്തിന്, കർത്താവ് ചെയ്ത കാര്യങ്ങൾക്ക് നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണമെന്നാണ് പറയുന്നത്. എങ്കിൽ മാത്രമേ കർത്താവിന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ അപ്പോൾ സങ്കീർത്തനക്കാരൻ കർത്താവിൻ്റെ കോൺഫിഡൻസിനെ ഇവിടെ ചലഞ്ച് ചെയ്യുകയാണ്. എന്താണ്? നിന്റെ നിയമങ്ങൾ ഒരിക്കലും മാറത്തില്ല, നിന്റെ ജഡ്ജ്മെന്റ്സ് ഞാൻ പണ്ടേ ഓർത്തു വെച്ചിരിക്കുകയാണ്. എനിക്ക് അത്രത്തോളം പ്രത്യാശയാണെന്ന് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ പലപ്പോഴും ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ ശ്രദ്ധേറിയ ഒരു വാഗ്വാദമാണ്. നമ്മുടെ KC ജോൺ പാസ്റ്ററുടെ ഒരു ഇന്റർവ്യൂവിൽ പുള്ളി ഒന്ന് പറഞ്ഞു, പുതിയ നിയമത്തിൽ ആഭരണം ധരിക്കുന്നത് ഒരു ഉപദേശമല്ല, അതിന് വലിയ കുഴപ്പമില്ല. അങ്ങനെ ആ ഉപദേശം ഇല്ലായിരുന്നെങ്കിൽ അനേകം പേര് ഈ നമ്മുടെ പെന്തക്കോസ്ത് വിഭാഗത്തിൽ വിശ്വാസ ജീവിതത്തിൽ കടന്നു വരുമെന്ന് പുള്ളി ഒരു വാക്യം പറഞ്ഞു. ഈ വാക്യം പറഞ്ഞപ്പോൾ കേരളത്തിലെ സകലമാന ആൾക്കാരും കയറിയ പുള്ളി 7-8 മണിക്കൂർ നടത്തിയ ഇന്റർവ്യൂ ആണ്. അതിൽ അനേകം കാര്യങ്ങൾ പുള്ളിയുടെ ജീവിത മേഖലകളിൽ പുള്ളി പറഞ്ഞു. എങ്കിലും ഈ ഒരു ഒറ്റ വാക്യം പറഞ്ഞതോടുകൂടി കേരളം മൊത്തവും വിശ്വാസികളുടെ ജീവിതത്തിൽ, ക്രിസ്ത്യാനികളുടെ ആ ഒരു മേഖലയിൽ ഇത് കത്തിക്കയറി വൈറലായ ഒരു സെന്റൻസ്, ഒരു 3-4 സെക്കൻഡ്സ് മാത്രമുള്ള ഈ ഒറ്റ സെന്റൻസ്. അപ്പോൾ ആ ഗോൾഡ് എന്നുള്ള ഒരു ഇത് നമ്മുടെ ജീവിതത്തിൽ, വിശ്വാസികളുടെ ജീവിതത്തിലാണെങ്കിൽ പോലും, അപ്പോൾ ഗോൾഡിനോട് താല്പര്യമുള്ളവരെല്ലാം കമന്റ് ചെയ്തു, കണ്ടോ KC ജോൺ പാസ്റ്ററും പറഞ്ഞല്ലോ ഗോൾഡ് കുഴപ്പമില്ല ഇടാമെന്ന്, അതുകൊണ്ട് പിന്നെ എന്തിനാണ് ഇവരെ പിതാക്കന്മാരത് വിലക്കിയത് എന്ന് പറഞ്ഞ ഒരു വിഭാഗം, വേറൊരു വിഭാഗം അതിനെ എതിർത്തുകൊണ്ട്, വേറൊരു വിഭാഗം അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്ന പരാജയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യത്തെ വേണ്ടാന്ന് വെച്ച് ഇറങ്ങിയതിന് ശേഷം പിന്നീട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് നമ്മുടെ ജീവിതം മാറാൻ പാടില്ല. ദൈവത്തിൻ്റെ ചട്ടങ്ങൾ, വിധികൾ അനേകം ഇടത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ആഭരണങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രയോജനം ചെയ്യത്തില്ല, ഇതുകൊണ്ടൊന്നും അല്ല. ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ മനോഹരമാക്കേണ്ടതെന്ന് പലയിടത്തും പറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് പിന്നീടുള്ള അതിൻ്റെ ഇതിൽ നമ്മുടെ യൂട്യൂബ്, നമ്മുടെ വാട്സപ്പിലും ഒരു മെസ്സേജ് കിടക്കുന്നുണ്ട്, എന്താണെന്ന് ഞാൻ കണ്ടില്ല. അത് എല്ലാവരും ഇത് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഈ ലോകത്തിൽ പണവും പ്രതാപവും ഒക്കെ വരുമ്പോൾ ചിന്തകളും കാര്യങ്ങളും ഓരോരുത്തരും അവരുടേതായ നിലയിൽ പല ചിന്തകൾ, ചിലപ്പോൾ നാക്കുപിഴ, ചിലപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ വചനം വിട്ട് നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, നമ്മുടെ പ്രത്യാശ എന്താണ്, നമ്മുടെ 1000 ആണ്ട് ജീവിതത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ സ്വർണ്ണം ഇടുകയോ ഇടാതിരിക്കുകയോ, നല്ല അന്നേരം ഒരാൾ ചോദിക്കുന്നു, നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപയുള്ള വാച്ച് ഉപയോഗിക്കുന്നല്ലോ, BMW കാർ ഉപയോഗിക്കുന്നല്ലോ. ഓരോരുത്തരും അവരുടെ രീതിയിലുള്ള അവരുടെ ചിന്താഗതി പറയുവാണ്. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഈ 52ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ നിന്റെ വിധികളെ ഓർത്ത് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിലാണ് നമ്മൾ ഉറച്ചിരിക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ലോകത്തിൽ എന്ത് ചിന്താഗതികൾ വന്നാലും, ലോകത്തിൽ എന്ത് കാര്യങ്ങൾ വന്നാൽ തന്നെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ കീർത്തനമായിരിക്കണം. ദൈവത്തിൻ്റെ ചട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മുറുകെ പിടിക്കണമെന്നാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. അപ്പോൾ സങ്കീർത്തനക്കാരൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ യഹോവയുടെ വചനത്തിൽ നാം വിശ്വസിക്കണം, ചട്ടങ്ങളെ പ്രമാണിക്കണം, അനുസരിക്കണം, പ്രത്യാശിക്കണം. പുത്രനെ നമുക്ക് തന്ന്, ഏകജാതനായ പുത്രനെ നമുക്ക് തന്ന്, ഏകജാതനായ പുത്രനെ നമ്മുടെ പാപമോചനം വരെ ഫ്രീ ആയിട്ട് തന്നു. അതാണ് ഏറ്റവും പ്രധാനം. പാപമോചനം വരെ ഫ്രീ ആയിട്ട് നമുക്ക് വേണ്ടി തന്ന്, രക്ഷ സൗജന്യമായിട്ട് തന്നിട്ട് അത് കഴിഞ്ഞൊന്ന് മര്യാദയ്ക്ക് ജീവിക്കാൻ പറഞ്ഞാൽ പോലും നമുക്ക് പിറുപിറുപ്പാണ്. അത് കഴിഞ്ഞിട്ട് പോലും നമ്മൾ പലപ്പോഴും എനിക്കതില്ലേ, എനിക്കിതില്ലേ, എൻ്റെ ജോലിയിൽ ഇൻക്രിമെൻ്റ് ഇല്ലേ, ഓവർ ടൈം ഇല്ലേ എന്ന് നമ്മൾ പിറുപിറുക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനം നമ്മുടെ കീർത്തനമായിരിക്കണം. ഈ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ, നമ്മൾ പരദേശിയാണെന്ന് ഓർമ്മ വേണം. ഈ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനങ്ങൾ കീർത്തനമായിരുന്നെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ ആ ഹൃദയത്തിലുള്ള ആ ഒരു പരദേശവാസം, 1000 ആണ്ട് വാഴ്ച നമുക്ക് സന്തോഷകരമായിട്ട് യുഗോഗ്യമായ കർത്താവിനോട് ചേരുവാൻ സാധിക്കുള്ളെന്ന് കാണുവാനായിട്ട് സാധിക്കും. ഈ സങ്കീർത്തനങ്ങളിൽ തന്നെ ഈ 119, 69, 70
അഹങ്കാരികൾ 69 and 70 Psalms. അഹങ്കാരികൾ എന്നെ കൊണ്ട് വായിച്ചു. அகங்காரிகள் எனக்கு விரோதமாய் பொய்களை பிணைக்கிறார்கள். நானோ முழு இருதயத்தோடும் உம்முடைய கட்டளைகளை கைக்கொள்ளுவேன். அவர்கள் இருதயம் நினைத்துண்ணி கொளுத்திருக்கிறது. நானோ உம்முடைய வேதத்தில் മനമகிഴ്ചയായിരിக்கிறேൻ. നമ്മുടെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്. നമ്മൾ ഹൃദയത്തിൻ്റെ കൊഴുപ്പുണ്ടാവുമോ, കൊളസ്ട്രോൾ ഉണ്ടാവുമോ, BP ഉണ്ടാവുമോ എന്നൊക്കെ വളരെ ശ്രദ്ധാപൂർവമാണ് ഇപ്പം എല്ലാവരും ശ്രദ്ധിക്കുന്നത്. മുട്ട കൊടുത്താൽ അതിൻ്റെ ഉണ്ണി എടുത്ത് കളയും, ചോറ് പഞ്ചാര ഇല്ലാതെ നമ്മൾ പായസം കുടിക്കും, എല്ലാം നമ്മൾ എത്ര ശ്രദ്ധയോടാണ് ചെയ്യുന്നത്. പക്ഷേ ദൈവികമായ ആ ഒരു ജീവിതത്തിനും ആത്മീയ ജീവിതത്തിനും ഒരു ചിട്ടയുണ്ട്, ഒരു ക്രമമുണ്ട്. ഒരു ആത്മീയ ആഹാരത്തിന് ഒരു ക്രമമുണ്ട്. ആ ക്രമം നമ്മൾ ഡെയിലി അംഗീകരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയം കൊഴുപ്പാകാതെ കഠിനമാകാതെ ദൈവവചനത്തിൽ മൃദുവായിട്ടിരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അത് നമ്മൾ ശ്രദ്ധിക്കണം. ദൈവവചനമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന്, ആത്മീയമായ ആ നമ്മുടെ പോഷണത്തിന്, ആ ആത്മീയ പോഷണം നമ്മൾ വേണ്ടുവോളം ഡെയിലി ഭക്ഷിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ആത്മീയ ജീവിതവും നന്നാകത്തുള്ളൂ എന്നാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ ഭൗതിക ആഹാരത്തിൽ നമ്മൾ എത്ര ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ ആത്മീയ ആഹാരത്തിൽ നമ്മൾ വളരെ ശ്രദ്ധയോടെ വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം എപ്പോഴും റീൽസിൽ നോക്കി കൈ തോണ്ടിയിരിക്കാതെ നമ്മുടെ ആത്മീയമായ ആഹാരവും നമ്മൾ ശ്രദ്ധാപൂർവം കഴിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ജീവിതം പ്രത്യാശ നിർഭരമായ ജീവിതം നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുള്ളൂ എന്നാണ് സങ്കീർത്തനക്കാരൻ വീണ്ടും നമ്മളെ ഓർപ്പിക്കുന്നതെന്ന്. ഈ വചനത്തെ പ്രമാണിക്കണം എന്നാണ് സങ്കീർത്തനക്കാരൻ വീണ്ടും നമ്മളെ ഓർപ്പിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇൻ ഷോർട്ട് നമ്മൾ ഈ സങ്കീർത്തനത്തെ കൊടുത്ത് കണ്ടു. എൻ്റെ 55ാമത്തെ വാക്യം, യഹോവേ രാത്രിയിൽ ഞാൻ നിന്റെ തിരുനാമം ഓർക്കുന്നു, നിന്റെ ന്യായപ്രമാണം ഞാൻ ആചരിക്കുന്നു. അപ്പോൾ രാത്രിയിൽ നമ്മൾ നോർമലി ഡേ ടൈം നമ്മൾ ജോലി കഴിഞ്ഞു, ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ, കഷ്ടപ്പാടും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കർത്താവ് പറയുന്ന അറ്റ്ലീസ്റ്റ് നമ്മൾ രാത്രിയിലെങ്കിലും തിരുനാമം ഓർത്ത് ന്യായപ്രമാണത്തെ ആചരിക്കണം. ഒരു സന്ധ്യാപ്രാർത്ഥനയെങ്കിലും ഒരു സമയം എടുത്ത് തന്നെ നമ്മുടെ ദൈവത്തെ നന്ദി കരയറ്റുവാൻ, ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുവാൻ, പഠിക്കുവാൻ, ദൈവസന്നിധിയിൽ കുറച്ചു നേരം ഇരുന്ന് ദൈവത്തോട് സംവദിക്കുവാൻ, ദൈവത്തോട് സംസാരിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാൻ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് സങ്കീർത്തനക്കാരനോട് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും കാതലായ ഒരു കാര്യമാണ് നമ്മുടെ ആത്മീയ പോഷണം. ഈ വൈകിട്ടെങ്കിലും നമ്മൾ ശരിയായിട്ട് ആത്മീയ പോഷണം കഴിച്ചെങ്കിൽ മാത്രമേ, സങ്കീർത്തനക്കാരൻ പറയും ഞാൻ ആചരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സങ്കീർത്തനം അത്രത്തോളം പ്രാഗൽഭ്യമുണ്ട്. പ്രത്യാശ വരാനുള്ള കാര്യം സങ്കീർത്തനക്കാരൻ ഞാൻ ന്യായപ്രമാണം ഞാൻ ആചരിക്കുന്നു, വെറുതെ ലേസിയായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. ആ ഒരു പ്രാഗൽഭ്യം നമ്മുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ സമയമുള്ളപ്പോഴൊക്കെ കുടുംബ പ്രാർത്ഥന ഉണ്ട് എന്ന് പറയുവാനല്ല, ഉണ്ട്, കുടുംബ പ്രാർത്ഥന ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറയുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം എന്നാണ് സങ്കീർത്തനക്കാരൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നത് എനിക്ക് ഏറ്റവും വിഹിതമായിരിക്കുന്നു. വീണ്ടും സങ്കീർത്തനക്കാരൻ്റെ ആ ഒരു പ്രാഗൽഭ്യമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ദൈവവചനം, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ, ദൈവത്തിൻ്റെ ചട്ടങ്ങൾ, നമ്മൾ ഏത് പ്രയാസത്തിലായിരുന്നാലും ഏത് ബുദ്ധിമുട്ടിലായിരുന്നാലും എങ്ങനെ വന്നാലും ദൈവം വെച്ചിരിക്കുന്ന ഈ പ്രമാണങ്ങളും ചട്ടങ്ങളും ഒരിക്കലും നമ്മൾ ആ ദൈവവചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ ആ ജീവിതത്തിൽ ആത്മീയ പോഷണം വേണ്ടുവോളം ഭക്ഷിച്ചെങ്കിൽ മാത്രമേ ഈ ജീവിതത്തിൽ നമുക്ക് മുന്നേറുവാൻ, ഈ ആത്മീയ ജീവിതത്തിൽ മുന്നേറുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മൾ സമയം കണ്ടെത്തി ഈ ആത്മീയ പോഷണം വീണ്ടുവോളം നമ്മൾ ഭക്ഷിച്ച് ആത്മാവിൽ ബലപ്പെട്ട് നമ്മൾ വീണ്ടും ബലവനായി നോക്കി ഈ ലോകത്തിലുള്ള ചുരുങ്ങിയ നാളുകൾ വിട്ട് ഈ പരദേശത്തേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുന്ന നാം അറ്റ്ലീസ്റ്റ് നമ്മൾ ഏതായാലും മെനക്കെട്ടിറങ്ങി, നമുക്ക് ലോകത്തിലെ കാര്യങ്ങളൊക്കെ നമ്മൾ പലതും നിയന്ത്രിക്കേണ്ടതുണ്ട്. അതെല്ലാം വിട്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ആത്മീയമായ ആഹാരം വേണ്ടുവോളം ഭക്ഷിച്ച് ഈ പരദേശത്ത് നമ്മൾ പാർക്കുമ്പോൾ യഹോവയുടെ കീർത്തനങ്ങൾ നമ്മുടെ ചട്ടമാണെന്ന് നമ്മളൊരു ഉറപ്പ്, ഒരു മനസ്സുരുക്കം ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് മുന്നേറുവാൻ സാധിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഞാൻ എൻ്റെ സാക്ഷ്യം കൂടെ പറഞ്ഞുകൊള്ളാം. കഴിഞ്ഞ നാളുകളൊക്കെയും കർത്താവ് നമ്മൾ വിശ്വസ്തനായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ദൈവം പലവിധ പ്രയാസങ്ങളൊക്കെയും കടന്നു പോയെങ്കിലും ദൈവത്തിൻ്റെ കൃപയാൽ ഒന്നിനൊരു പ്രയാസം കൂടാതെ ദൈവം വളരെ ആശ്വാസം കാര്യങ്ങളെ നടത്തുന്ന ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഒന്നോടെങ്കിലും പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ